ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച പുതിയ തൊഴിലുറപ്പ് ഭേദഗതി ബിൽ തൊഴിലാളി വിരുദ്ധമോ എന്നുള്ളതാണ് ചോദ്യം. ജിമ്മി, ഇന്ന് പാർലമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി രാമൻ്റെ പേര് കൊണ്ടുവന്നു. അതിനെ ചൊല്ലിയാണ് ഏറ്റവും കൂടുതൽ വാദവിപ്രതിവാദങ്ങൾ. ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ അതുതന്നെയാണ്. സത്യത്തിൽ ഇതൊരു ഡൈവേഴ്ഷൻ ടാക്ടിക്സാണ്. മഹാത്മാഗാന്ധിയുടെ പേരിൽ 100 200 എത്ര പദ്ധതി ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയില്ല. ഇന്ത്യ മൊത്തം കൂട്ടിയത് ഒരു 1000 പദ്ധതിയെങ്കിലും കാണും. അതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ പേരുണ്ടെങ്കിൽ എന്ത്, പേരില്ലെങ്കിൽ എന്ത്, രാമൻ്റെ പേര് വന്നാലെന്ത്, രാമൻ്റെ പേര് വന്നില്ലെങ്കിൽ എന്ത്, അതല്ല വിഷയം. റൂറൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്ന ഒരു വലിയ സ്കീം സാധാരണക്കാരായ തൊഴിലാളികൾക്ക് 100 ദിവസമെങ്കിലും എനിക്ക് ജോലി വേണമെന്ന് പറഞ്ഞാൽ 100 ദിവസം ജോലി കൊടുത്തിരിക്കണം. അങ്ങനെ ഒരു സ്കീം നശിപ്പിക്കാനായി സർക്കാർ തീരുമാനിക്കുകയും സത്യത്തിൽ രാമനെ കളിയാക്കാനാണ് കേട്ടോ, രാമൻ്റെ വാക്കുകൾ അതിനകത്ത് ചേർത്ത് വെച്ച് ആ പദ്ധതിയെ കൊളവാക്കുകയാണ്. സത്യത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു പദ്ധതി വന്നു, അതെന്തിനാണ് സർക്കാർ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് അതിനകത്ത് അടിസ്ഥാന പ്രശ്നം. അൺസ്കിൽഡ് ആയിട്ടുള്ള സാധാരണ തൊഴിലാളികൾക്ക് കിട്ടുന്ന ഈ സ്കീമിൻ്റെ കീഴിലുള്ള തുക അത് 100% കേന്ദ്ര സർക്കാർ തന്നെ കൊടുക്കും. ഉപകരണങ്ങളുടെ മുതൽ മുടക്കിൽ 75% കേന്ദ്ര സർക്കാർ തന്നെ കൊടുക്കും. ഇതാണ് ഈ സ്കീമിൻ്റെ അടിസ്ഥാനം. പൂർണ്ണമായും 100% കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതല്ല. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി, ആ പദ്ധതി ഇനി മുതൽ 60% കേന്ദ്രം കൊടുക്കൂ എന്നുള്ളതാണ് തീരുമാനം. അതായത് 60% കേന്ദ്രം കൊടുക്കും, 40% സംസ്ഥാനങ്ങൾ വഹിക്കണം. വളരെ വിദഗ്ധമായി ഈ പദ്ധതിയെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്താണ് കാരണമെന്നറിയാമോ? ഒരു വർഷം ശരാശരി, ഇപ്പോൾ കേരളം ഒരു വളരെ ചെറിയ സംസ്ഥാനമാണ്. കേരളത്തിന് കഴിഞ്ഞ വർഷം 4 കോടിയാണ് ഈ പദ്ധതിക്ക് മൊത്തമായി, 4000 കോടിയാണ് ഈ പദ്ധതിക്ക് മൊത്തമായി വകയിരുത്തിയത്. ശരാശരി അത്രയേ വരുള്ളൂ. ഇതിനകത്ത് 600 ചില്ലുവാനം കോടിയാണ് കേരളം കൊടുത്തിരുന്നെങ്കിൽ അത് 1100 കോടിയായി ഒരു വർഷം മാറുകയാണ്. 640 കോടിയോളം രൂപ സംസ്ഥാനം വീണ്ടും കൊടുക്കണം. ഇതൊരു കൊച്ചു കേരളത്തിൻ്റെ കാര്യമാണ്. നിങ്ങൾ വലിയ വലിയ സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കൂ, അതിനകത്ത് BJP എന്നോ കോൺഗ്രസ് എന്നോ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാനമെന്ന വ്യത്യാസമില്ല. സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് ഒരു വളരെ വലിയ ഭാരം അടിച്ചേൽപ്പിക്കുകയും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളുടെ അവകാശം ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷേ പൈസ അത് ഇവിടെയും കൂടെ ചോദിച്ചോ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ഇട്ട് തരാം എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്കാണ് ഈ കാര്യങ്ങൾ മാറ്റിയത്. ഇത് പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയേ എന്ന് പറഞ്ഞുള്ള കരച്ചിൽ വഴി മഹാത്മാഗാന്ധി വേണോ രാമൻ വേണോ എന്ന BJPയുടെ തന്ത്രത്തിൽ നമ്മൾ വീണു പോകരുത്. വീണു പോയിരിക്കുന്നു ഇന്ന് പാർലമെൻറ്റിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ വാർത്തകളിൽ മുഴുവൻ രാമനോ മഹാത്മാഗാന്ധിയോ എന്നതായിരുന്നു ചർച്ച. അതല്ല വിഷയം. ഒരു സംസ്ഥാനത്തിന് താങ്ങാനാവാത്തതിലും വലിയ ഭാരം സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിലൂടെ കൂടിയാണ് ഈ പരിപാടി പൊളിക്കാൻ പോകുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നോക്കൂ, നമ്മുടെ കയ്യിൽ കണക്കുകളുണ്ട്. ആദ്യം ചെയ്തത് തൊഴിൽ ദിനങ്ങളുടെ എണ്ണത്തിലുള്ള വളരെ വലിയ വെട്ടിക്കുറവാണ് നടത്തിയത്. 2020-21 അതായത് 5 വർഷം മുമ്പ് 385 കോടി തൊഴിൽ ദിനങ്ങൾ ഉണ്ടായിരുന്നു ഈ പദ്ധതി നരേഗ സ്കീമിൻ്റെ കീഴിൽ. അത് ഈ കഴിഞ്ഞ വർഷമാകുമ്പോഴേക്കും അത് 210 കോടി തൊഴിൽ ദിനങ്ങളാക്കി ചുരുക്കി. 385 കോടി തൊഴിൽ ദിനങ്ങളിൽ നിന്ന്, തൊഴിൽ ദിനം ഒരാൾക്ക് ഒരു ദിവസം കിട്ടുന്നതിനാണ് ഒരു തൊഴിൽ ദിനം, അത് 210 കോടി തൊഴിൽ ദിനങ്ങളാക്കി ചുരുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ പദ്ധതിക്കിട്ട് മോദി സർക്കാർ ആദ്യത്തെ വെട്ടിയത്. രണ്ടാമത്തെ വെട്ട് എന്താണെന്നറിയാമോ? പൈസ കൊടുക്കില്ല. അതായത് ഈ സ്കീമുകൾ ആളുകൾ പണിയെടുത്തു, പക്ഷേ പൈസ കൊടുക്കില്ല. കേരളത്തിന് തന്നെ എത്ര രൂപയാണ് കിട്ടാണെന്ന് അറിയാമോ? ഇന്ന് നിയമസഭയ്ക്ക് തൊഴിൽ മന്ത്രി ഇന്ന് ഈ മേഖലയെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് കിട്ടാനുള്ള തുക അതിഭീകരമാണ്. 321 കോടി, 3221, 3854, അങ്ങനെ ഓരോരോ സമയത്ത് ഓരോരോ കാലത്ത് കോടികളുടെ കുടിശ്ശികയാണ് വരുത്തിയിരിക്കുന്നത്. 826 കോടി ഇപ്പോൾ തന്നെ കിട്ടാനുണ്ട്. 426 അൺസ്കിൽഡ് ലേബറിൻ്റെ കാര്യത്തിലും 264 മെറ്റീരിയൽ ഇനത്തിലും 48.9 കോടി സ്കിൽഡ് ലേബേഴ്സിൻ്റെ പൈസയിലൊക്കെ നമുക്ക് കിട്ടാനുണ്ട് എന്ന് പറയുകയാണ്. ഇത് ഇനി ഒരു കാര്യം കൂടെ പറയാം, ഇത് ഈ പദ്ധതിയുടെ കാര്യത്തിൽ മാത്രമല്ല. നോക്കൂ, കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് പൈസ തരുന്നത് അവരുടെ മൊത്തം തുകയിൽ നിന്ന് നമുക്കുള്ള ഒരു ഡിവിസീവ് ഫണ്ടുണ്ട്. ആ ഡിവിസീവ് ഫണ്ടിൽ നിന്ന് പല രീതിയിലാണ് നമുക്ക് പണം വരുന്നത്, പല രീതിയിൽ. അതിലൊരു പ്രധാനപ്പെട്ട രീതി ഈ നരേഗ പോലെയുള്ള സ്കീമുകളാണ്. ആ സ്കീമുകളിൽ എങ്ങനെയാണ് പണം വരുന്നത്, എന്തുകൊണ്ടാണ് ആ പണം ചിലവാക്കുന്നത് ചോദിച്ചാൽ അത് സെൻട്രലി സ്പോൺസേഡ് സ്കീം എന്നാണ് പറയുക. സെൻട്രലി സ്പോൺസേഡ് സ്കീം വഴിയാണ് പ്രധാനമായും സംസ്ഥാനങ്ങൾക്ക് പൈസ വരിക. അത് ഭരണഘടനാപരമായി ഉറപ്പുവരുത്തിയ ഇന്ന പദ്ധതികൾക്ക് വേണ്ടി ചിലവാക്കാൻ വേണ്ടി എല്ലാവരും കൂടെ തീരുമാനിച്ചതാണ്. 23% തുക സംസ്ഥാനങ്ങൾക്കാകെ ഇതുപോലെയുള്ള സ്കീമുകൾ വഴിയാണെന്ന് കിട്ടുന്നത്. അവിടെയാണ് കത്തി വയ്ക്കാൻ പോകുന്നത്, അവിടെയാണ് കത്തി വെച്ചിരിക്കുന്നത്.
അതോടൊപ്പം അപ്പോൾ അത് ചിലപ്പോൾ പ്രധാനപ്പെട്ട ഇപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷൻ, അത് PM ആവാസ് യോജന, ഉച്ചഭക്ഷണം, റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, ഈ പദ്ധതികളെല്ലാം തുടങ്ങുമ്പോൾ 90%-മോ 100%-മോ കേന്ദ്രം നൽകുന്ന പദ്ധതിയായിരുന്നു, അല്ലെങ്കിൽ 75%. അവിടെ നിന്ന് 60-40-ലേക്കാക്കി മാറ്റിയതാണ് കഴിഞ്ഞ 4-5 വർഷമായി നമ്മൾ കാണുന്നത്. അതായത് നാരേഗ പദ്ധതി, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോൾ സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച ഒരു ആദ്യത്തെ സംഭവമല്ല. 10 പദ്ധതികളെങ്കിലും കേന്ദ്രാവിഷ്കൃത സെൻട്രലി സ്പോൺസേഡ് സ്കീമുകൾ 10 എണ്ണമെങ്കിലും ഇതുപോലെ വെട്ടിക്കുറച്ച് സംസ്ഥാനങ്ങളുടെ തലയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് റൂറൽ ഹെൽത്ത് മിഷൻ ആയാലും പ്രധാനമന്ത്രി ആവാസ് യോജനയായാലും നാഷണൽ ഹെൽത്ത് മിഷൻ ആയാലും ഒക്കെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഊർത്തൻ വലിച്ചത്. നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലാൻ മനസ്സിലായി കാണുമല്ലോ. കേന്ദ്ര സർക്കാരിന് ഇതുവരെയുള്ള പദ്ധതികൾ ഞങ്ങളിനി പൈസ തരില്ല എന്ന് മോദി സർക്കാർ തീരുമാനിക്കുകയും അതിൻ്റെ ഫണ്ട് അലോക്കേഷൻ വെട്ടിക്കുറയ്ക്കുകയും അതിൻ്റെ മൊത്തം തുക തന്നെ വെട്ടിക്കുറയ്ക്കുകയും അതുപോലെ തന്നെ കൊടുക്കാനുള്ള തുക പകുതി മാത്രം കൊടുക്കുകയും ചെയ്യാണ്. ഒരു കണക്ക് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായി കേരളത്തിന് ഈ സ്കീമുകളിൽ ഒന്നിലും 50% തുക പോലും സമയത്തിന് കിട്ടിയിട്ടില്ല. 50% തുക പോലും. സുഹൃത്തുക്കളെ, ചുരുക്കത്തിൽ കേന്ദ്രത്തിൽ നമുക്ക് തരേണ്ട പൈസ ഞെരുക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. പദ്ധതി വെട്ടിക്കുറച്ച് അതിൻ്റെ രീതി മാറ്റി അവസാനം നിങ്ങളുടെ പണം നമുക്ക് തരാൻ സൗകര്യമില്ല, അടുത്ത വർഷം തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്ന് രാവിലെ 105 രൂപയ്ക്ക് മുകളിൽ ഒരു ലിറ്റർ പെട്രോളിന് പൈസ കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ ബൈക്കിൽ പെട്രോൾ അടിച്ചത്. ഇന്ന് വീപ്പയ്ക്ക് ഒരു ബാരൽ വീപ്പയ്ക്ക് എണ്ണ വീപ്പയ്ക്ക് എന്താണ് വില? വെറും $60. $60 ഇരിക്കുമ്പോൾ ഞാൻ 106 രൂപയാണ് അടിച്ചിരിക്കുന്നത്. ഈ 106 രൂപ എന്ന് പറയുന്നത് എന്ന് ഫിക്സ് ചെയ്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മളൊക്കെ ഒരു കാലത്ത് ഭയങ്കരമായി നമ്മൾ പ്രതിഷേധിക്കുകയും അവസാനം ആ പ്രതിഷേധം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് നമ്മൾ വിചാരിച്ച് വിട്ടുകളഞ്ഞതുമാണ്. അന്ന് $116 ആയിരുന്നു ഒരു ബാരലിൻ്റെ വില. 200 ലിറ്റർ 6000 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ് 100 രൂപയ്ക്ക് കിട്ടുന്നത്. 116 ഒരു ബാരലിന് 116 രൂപ ഉണ്ടായിരുന്ന കാലത്ത് ഫിക്സ് ചെയ്ത 105, 106, തിരുവനന്തപുരത്ത് 106 രൂപയാണ്. 106 രൂപയാണ്. ഇപ്പോൾ ആ ബാരൽ 60 രൂപയായി. 6000 രൂപയ്ക്ക് മേടിച്ചിട്ട് 21000 രൂപയ്ക്ക്. കേന്ദ്ര സർക്കാർ പൈസയുടെ പുറത്ത് കിടന്ന അതിൽ നിന്ന് അമ്മാനമാടുകയാണ്. അവിടെയും കൂടെ ഒരു കളിയുണ്ട്. ഈ പണത്തിനകത്ത് ടാക്സ് ഉണ്ട് കേട്ടോ. ആ ടാക്സ് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒക്കെ ഒരുപോലെ അർഹതപ്പെട്ടതാണ്. അവിടെയാണ് അടുത്ത കളി. നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊടുത്ത കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പല രീതിയിൽ വെട്ടിക്കുറച്ചതിനെ കുറിച്ചാണെങ്കിൽ പെട്രോളിൻ്റെ കാര്യത്തിൽ ഡീസലിൻ്റെ കാര്യത്തിലൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ സംസ്ഥാനങ്ങൾക്ക് കൂടി കിട്ടാവുന്ന നികുതി, ആ നികുതി കൂട്ടിയിട്ടില്ല. പകരം സെസ്, കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി ഇത്രയും സാധനങ്ങൾ കൂട്ടി. അപ്പോൾ ടാക്സ് എത്രയാണെന്നറിയാമോ? കഴിഞ്ഞ ഒരു വർഷം നമ്മളൊക്കെ കൊടുത്ത ടാക്സ് വെറും 29,000 കോടി രൂപയാണ്. 29,000 കോടി രൂപയാണ്. അതേസമയം സെസ്സും കസ്റ്റംസ് ഡ്യൂട്ടിയും എക്സൈസും വഴി നമ്മൾ 3 ലക്ഷം കോടിക്ക് മുകളിൽ തുക അടച്ചിട്ടുണ്ട്. എന്താണ് വ്യത്യാസം എന്നറിയാമോ? സെസ്സും കസ്റ്റംസ് ഡ്യൂട്ടിയും എക്സൈസ് ഡ്യൂട്ടിയും സംസ്ഥാനങ്ങളുമായി വിഭജിക്കേണ്ട, സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണ്ട, ടാക്സ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ടാക്സ് കൂട്ടില്ല, പകരം എക്സൈസ് ഡ്യൂട്ടി കൂട്ടും, കസ്റ്റംസ് ഡ്യൂട്ടി കൂട്ടും, സെസ് കൂട്ടും. ഇത് മോദി സർക്കാരിൻ്റെ പദ്ധതിയുടെ 2ാമത്തെ ഘട്ടമാണ്. നോക്കൂ, നാരേഗ പോലെ, കുട്ടികളുടെ ഉച്ചഭക്ഷണം പോലെ, റൂറൽ ഹെൽത്ത് മിഷൻ പോലെ, ഗ്രാമീണ മേഖലയിലെ തൊഴിലുറപ്പിൻ്റെ പോലെ ഒരുപാട് പദ്ധതികൾ വെട്ടിച്ചുരുക്കുക, അതിൻ്റെ പണം കൊടുക്കാതിരിക്കുക, അതിൻ്റെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഷെയർ 60-40 വെട്ടിച്ചുരുക്കുന്നത് 1. 2, ടാക്സുകൾ ഒരു കാരണവശാലും കൂട്ടാതെ, പ്രത്യേകിച്ച് പെട്രോളിൻ്റെത് മറന്നു പോകരുത് കേട്ടോ. 50 രൂപയ്ക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞ ഒരുപാട് അണ്ണന്മാർ നമ്മുടെ കൂടെ ഇവിടെ ഇപ്പോഴും കേരളത്തിലുണ്ട്. അങ്ങനെ ചെയ്ത ഒരു സർക്കാർ ക്രൂരമായി പെട്രോളിൻ്റെ വില ഓരോ ദിവസവും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 60 എന്ന് പറഞ്ഞാൽ സർവ്വകാല റെക്കോർഡാണ് ഇടിവിൻ്റെ കാര്യത്തിൽ. 30 രൂപ ഒരു ലിറ്ററിൻ്റെ വില. നമുക്കെത്രയാ 105 രൂപയ്ക്കാണ്. 30 രൂപയ്ക്ക് വാങ്ങിയിട്ട് 105 രൂപയ്ക്ക് തരികയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ. നമ്മൾ നാരേഗ പദ്ധതിയെ ഒരൊറ്റപ്പെട്ട സംഭവമായി കാണരുത്. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ ഞെരുക്കി കൊല്ലുന്നതിൻ്റെ നമ്മുടെയൊക്കെ ശവപ്പെട്ടിയിൽ അടിക്കുന്ന അവസാന ആണികളിൽ ഒന്നാണ്. മോദി സർക്കാരിനെ പിന്തുണർക്കും അല്പമെങ്കിലും മാനമുണ്ടെങ്കിൽ നിങ്ങൾ രാമൻ്റെ പേരോ വേറെ ആരുടെയെങ്കിലുമൊക്കെ പേരോ, ഹിന്ദു ദൈവങ്ങളുടെ മുഴുവൻ പേരും ഒരുമിച്ചിട്ടുള്ളൂ, മഹാത്മാഗാന്ധിയുടെ പേര് നിങ്ങളിവിടെ നോട്ടിൽ നിന്ന് എടുത്ത് മാറ്റിക്കോ, ഞങ്ങളുടെ വിഷയമല്ല. പക്ഷേ സാധാരണ തൊഴിലാളികൾക്ക് 100 ദിവസം തൊഴിൽ ദിനം അത് ഞങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞു വരുമ്പോൾ അപ്പം ഒരു തമാശ കണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. 100 എന്നുള്ളത് 125 ആക്കി എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ തമാശ എന്താണെന്നറിയാമോ? ഈ 125 ഏതൊക്കെ മേഖലയിൽ നടത്തണമെന്നുള്ളത് കേന്ദ്ര സർക്കാർ തീരുമാനിക്കും. അല്ലാതെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് 120 ദിവസം എല്ലായിടത്തും കൊടുക്കാൻ ഒക്കില്ല. കേന്ദ്ര സർക്കാർ തീരുമാനിക്കും ഏതൊക്കെ മേഖലയിൽ എപ്പോഴൊക്കെ ഇത് പ്രഖ്യാപിക്കണം.
60 ദിവസം കാർഷിക മേഖലയിൽ വലിയ വിളവെടുപ്പിൻ്റെയും വിളവിറക്കുന്നതിന് സമയത്ത് തൊഴിലാളികൾക്ക് ജോലി എടുക്കാൻ പറ്റില്ല. അതിനൊരു കെണി കൂടിയുണ്ട്. വലിയ വലിയ മുതലാളിമാരുടെ തോട്ടത്തിൽ പണിക്ക് ആളെ കിട്ടില്ല, ഇവരൊക്കെ നാരകാവിന് പോവും. അപ്പോൾ കൂലി കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇപ്പുറത്ത് കൂലി കുറവിന് വേണ്ടി കൂടാണ് ഈ പദ്ധതി നിൽക്കുന്നത്. നോക്കൂ, ഇതുപോലെ ജനവിരുദ്ധമായി ഒരു സർക്കാരിന് പ്രവർത്തിക്കാൻ പറ്റുമോ? ആദ്യം പറഞ്ഞു കക്കൂസ് കെട്ടാനാണ് പെട്രോളിൻ്റെ വില കൂട്ടുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു മറ്റേ നദികളെല്ലാം ശുദ്ധീകരിക്കാനാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പറയാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞു. പെട്രോളിൻ്റെ വില പകുതിയായിട്ടും ഒരു പൈസ കഴിഞ്ഞ പാർലമെൻറ്റ് സമയത്താണ്, പാർലമെൻറ്റിന് തൊട്ടുമാണ് 1.5 രൂപ കുറച്ചത്. ഏറ്റവും ക്രൂരമായി നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ ഗുണം തരുന്നുമില്ല. അതോടൊപ്പം പ്രധാനപ്പെട്ട പദ്ധതികളെല്ലാം, പ്രധാനപ്പെട്ട കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെല്ലാം കേന്ദ്ര സർക്കാർ പിന്മാറുകയാണ്. നരക പദ്ധതിയിൽ വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നാളെ സമരം ആർക്കെതിരെ വരെയോ? സംസ്ഥാനങ്ങൾക്കെതിരെ വരും. സംസ്ഥാനങ്ങൾക്കെതിരെയാണ് സമരം വരാൻ പോകുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് തന്നതല്ലേ പൈസ, അത് കേന്ദ്രമാണ്, മോദിയാണെന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾ ആരോട് ചെലവാവാൻ? ഇത് പല രീതിയിൽ സംസ്ഥാനങ്ങളെ വരിഞ്ഞു മുറുക്കാനും സംസ്ഥാന സർക്കാരുകളെ അടിച്ചു താഴെയിടാനും വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. പിന്നെ BJP സർക്കാരുകൾക്ക് വേറെ എന്തൊക്കെയോ പദ്ധതികളിൽ, വേറെ എന്തൊക്കെയോ സ്കീമുകളിൽ, എന്തൊക്കെയോ സംവിധാനങ്ങളിലൂടെ പണം കൊടുക്കുന്നത് നമ്മൾ ബീഹാറിലും അതുപോലെ തന്നെ UP യിലും കണ്ടതല്ലേ. ഇതാണ് പ്ലാൻ. Meet the editors.